എന്താണ് ഈ ഗോകുലം ഗോപാലനുമായിട്ടുള്ള പ്രശ്നം? ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ്. അതായത് 15,000 കോടി രൂപ നടക്കുന്ന ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ഫിനാൻസിങ് ഫേം ആണല്ലോ അതെ. യഥാർത്ഥം പറഞ്ഞാൽ. അത് ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ചെയ്യും എന്നുള്ള ലൈനെ SNDPO കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് അതിൻ്റെ ഗുണഭോക്താക്കളുള്ള വനിതകൾ ചേർന്ന് ഈ കാര്യങ്ങൾ നടക്കുന്നു. ഇത് ഒരു 10-20 വർഷങ്ങൾ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ മദ്രാസ് അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ലഞ്ചിന് ഞങ്ങളെല്ലാം വിളിച്ച് ഞങ്ങളോട് സംസാരിച്ച സമയത്ത് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ മൈക്രോ ഫിനാൻസ് ഞാൻ നടത്തിക്കൊള്ളാം. മൈക്രോ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയ ശേഷം അത് വെള്ളാപ്പള്ളി ചേട്ടൻ പറയുന്ന ആർക്കാണോ അതിന്റെ ബിനാമി ആയിട്ടുള്ള ഷെയർ വെച്ചോളാം. എന്നിട്ട് ഈ കോർപ്പറേഷൻ പുള്ളി റൺ ചെയ്യാം. ഫിനാൻസിനെ കുറിച്ച് വെള്ളാപ്പള്ളിക്കൊന്നും അറിയില്ലല്ലോ, പുള്ളി നടത്തിക്കോളാം. നമ്മൾ ഇതിനകത്ത് ലാഭം എടുക്കുന്നില്ല. യൂണിയനുകൾ റൺ ചെയ്യാനുള്ള എക്സ്പെൻസ് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. 15,000 കോടി രൂപയുടെ 5% അല്ലെ 7% ലാഭം കിട്ടിയാൽ ഇപ്പൊ ഗോകുലം ഗ്രൂപ്പിന് മൊത്തം കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതലുണ്ട്. അത് പുള്ളിക്ക് അന്ന് ഇത് അറിയാം. ഇത് ചോദിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ ഇത് വ്യവസായം ആയിട്ടല്ല ചെയ്യുന്നത്, ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിനുള്ള ആദ്യത്തെ പണക്കം.